നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റൈൻ ഹജ്ജ് മിഷൻ മേധാവി ഷെയ്ഖ് അദ്നാൻ ബിൻ അബ്ദുള്ള അൽ ഖത്താൻ GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഹജ്ജ് മിഷൻ നേതാക്കളുടെയും പ്രതിനിധികളുടെയും വാർഷിക യോഗത്തിൽ പങ്കെടുത്തു. ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കായി സൗദി അറേബ്യ നൽകുന്ന പ്രധാന സൗകര്യങ്ങളെ ഷെയ്ഖ് അൽ ഖത്താൻ പ്രശംസിക്കുകയും ഈ സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് ഹജ്ജിലുടനീളം സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു. സൗദി അധികാരികൾ നിശ്ചയിച്ചിട്ടുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കുന്നതിനുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന സമന്വയം 2025 പങ്കെടുക്കാൻ ബഹ്റൈനിൽ എത്തിച്ചേർന്ന ഇടുക്കി പാർലമെന്റ് അംഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് സൊസൈറ്റി ഭാരവാഹികൾ എയർപോർട്ടിൽ സ്വീകരണം നൽകി. നാളെ വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ ഇന്ത്യൻ ക്ലബിൽ നടക്കുന്ന സമന്വയം 2025 പ്രവേശനം തീർത്തും സൗജന്യമാണെന്നും ഏവരെയും ഇന്ത്യൻ ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്ന് ബഹ്റൈനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മുതിർന്ന പ്രവാസികളെ ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ആദരിക്കുന്നു. ബഹ്റൈനിൽ 40 വർഷമോ അതിലധികമോ കാലമായി പ്രവാസ ജീവിതം നയിക്കുന്ന മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരെയാണ് മലപ്പുറം ജില്ലക്കാരുടെ ബഹ്റൈനിലെ ജനകീയ കൂട്ടായ്മയായ ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ആദരിക്കുക എന്ന് രക്ഷാധികാരി ബഷീർ അമ്പലായി, പ്രസിഡന്റ് സലാം അമ്പാട്ടുമുല, ജനറൽ സെക്രട്ടറി ഷമീർ പുട്ടച്ചോല, ട്രഷറർ അലി അഷ്റഫ് തുടങ്ങിയവർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തേക്കുള്ള പ്രിഫെക്ട് കൗൺസിലിന്റെ ഔദ്യോഗികമായ സ്ഥാനാരോഹണം സംഘടിപ്പിച്ചു. ജഷൻ മാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ദീപം തെളിയിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക അംഗവുമായ രഞ്ജനി മോഹൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ്, പ്രധാന അധ്യാപകർ, കോർഡിനേറ്റർമാർ, ഫാക്കൽറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ദേശീയഗാനം, വിശുദ്ധ ഖുർആൻ പാരായണം, സ്കൂൾ പ്രാർത്ഥന എന്നിവയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. പ്രിൻസിപ്പൽ VR പളനിസ്വാമി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അധ്യക്ഷ പ്രസംഗം നടത്തി. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന പ്രിഫെക്ട് കൗൺസിലിനെ വ്യക്തിഗത അഭിമുഖത്തെയും നേതൃഗുണത്തെയും അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുത്തത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിഫെക്റ്റുകളെ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ അഭിനന്ദിച്ചു. ബഹ്റൈനിലെ കലാ സാംസ്കാരിക സംഘടനയായ 7 ആർട്സ് കൾച്ചറൽ ഫോറം സംഘടിപ്പിക്കുന്ന ഈദ് നൈറ്റ് 2025 മ്യൂസിക്കൽ ഡാൻസ് കോമഡി ഷോ 1ാം പെരുന്നാൾ ദിനമായ ജൂൺ 6 വെള്ളിയാഴ്ച ഇന്ത്യൻ ക്ലബ് ഗ്രൗണ്ടിൽ അവതരിപ്പിക്കും. ചലച്ചിത്ര പിന്നണി ഗായികയും മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടിയുമായ രഹന, കലാഭവൻ മണിയുടെ സ്വരസാദൃശ്യത്താൽ പ്രശസ്തനായ രഞ്ജു ചാലക്കുടി, പട്ടുറുമാൽ വിന്നറും സംഗീത സംവിധായകനുമായ അജയ് ഗോപാൽ, ഗായിക ശ്രീകുട്ടി തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ കോമഡി ഷോയും പ്രശസ്ത ഡാൻസ് ടീം ഒരുക്കുന്ന ഡാൻസ് പ്രോഗ്രാമും തികച്ചും സൗജന്യമായാണ് ഒരുക്കിയിരിക്കുന്നത്. ബഹ്റൈനിലെ എല്ലാ കലാസ്വാദകരെയും ജൂൺ 6 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ബഹ്റൈൻ ഇന്ത്യൻ ക്ലബിലേക്ക് ക്ഷണിക്കുന്നതായി 7 ആർട്സ് കൾച്ചറൽ ഫോറം ചെയർമാൻ മനോജ് മയ്യന്നൂർ, പ്രസിഡന്റ് ജേക്കബ് തേക്കുതോട്, ജനറൽ സെക്രട്ടറി ബൈജു മലപ്പുറം, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മോണി ഓടിക്കണ്ടത്തിൽ, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ MC പവിത്രൻ, ട്രഷറർ തോമസ് ഫിലിപ്പ് തുടങ്ങിയവർ അറിയിച്ചു. പാറക്കടവ് ഡയാലിസിസ് സെന്ററിലേക്ക് ബഹ്റൈൻ KMCC നാദാപുരം മണ്ഡലം കമ്മിറ്റി നൽകുന്ന ഒരു ഡയാലിസിസ് മെഷീന്റെ ആദ്യ ഗഡു അഹമ്മദ് മുക്ക് ശാഖ മുസ്ലിം ലീഗ് സമ്മേളന വേദിയിൽ KMCC നാദാപുരം മണ്ഡലം പ്രസിഡന്റ് ഷൌക്കത്ത് കോരക്കണ്ടിയിൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് കൈമാറി. ചടങ്ങിൽ KM ഷാജി സാഹിബ്, മുസ്ലിം ലീഗിന്റെയും KMCCയുടെയും ഉന്നത നേതാക്കന്മാർ, ബഹ്റൈൻ KMCC നാദാപുരം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഫായിസ് പറമ്പത്ത്, സിദ്ദിഖ് കോരക്കണ്ടി, റാഫി CK, നിസാർ CH എന്നിവർ പങ്കെടുത്തു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun.
iMac Cochin Kalabavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting, and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions, and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity, and new friendships. ഗൾഫ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് കമ്പനിയും ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിച്ച 20ാമത് വാർഷിക പരിസ്ഥിതി ഗവേഷണ പരിപാടിയിൽ ഇന്ത്യൻ സ്കൂൾ ബഹ്റൈനിലെ വിദ്യാർത്ഥികൾക്ക് 1ാം സ്ഥാനം ലഭിച്ചു. ഇന്ത്യൻ സ്കൂൾ ക്ലാസ് 12 സയൻസ് വിദ്യാർത്ഥികളായ ആദ്യ ശ്രീജയ്, ഷെർലിൻ സെബ്രിയൽ എന്നിവരടങ്ങുന്ന ടീമാണ് വിജയിച്ചത്. സ്കൂൾ ടീമിനെ രസതന്ത്ര വിഭാഗം മേധാവി രാജശ്രീ കർണവർ നയിച്ചു. പോളിമർ ചിറ്റോസാൻ തയ്യാറാക്കലും കടലിൽ നിന്ന് എണ്ണ ചോർച്ച നീക്കം ചെയ്യുന്നതിനുള്ള ഉപയോഗവും എന്ന വിഷയത്തിലായിരുന്നു അവാർഡ് നേടിയ ഗവേഷണ പദ്ധതി. ഗവേഷണത്തിന്റെ ശാസ്ത്രീയ ആഴം, പ്രായോഗിക പ്രസക്തി, പാരിസ്ഥിതിക പ്രാധാന്യം എന്നിവ വിധികർത്താക്കളെ ആകർഷിച്ചു. GPIC CEO യാസർ റഹീം അൽ അബ്ബാസി വിദ്യാർത്ഥികൾക്ക് അവാർഡ് സമ്മാനിച്ചു. മികച്ച ഗവേഷണ പദ്ധതിക്കുള്ള അംഗീകാരമായി ഓരോ വിദ്യാർത്ഥിക്കും 750 ദിനാർ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ലഭിച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിനന്ദിച്ചു. ശാസ്ത്ര മികവിനും പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും വേണ്ടിയുള്ള സ്കൂളിന്റെ തുടർച്ചയായ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ നേട്ടമെന്നവർ പറഞ്ഞു. GCC ഏകീകൃത ടൂറിസ്റ്റ് വിസ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകുന്നു. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയങ്ങൾ വിവരങ്ങൾ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ചേർക്കുന്നത് പൂർത്തിയാകുന്നതോടെ ഈ വർഷാവസാനം തന്നെ ഒറ്റ ടൂറിസ്റ്റ് വിസയിൽ 6 ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാം. പദ്ധതി ഇനിയും നീണ്ടുപോകില്ലെന്ന് കുവൈറ്റിൽ ചേർന്ന GCC വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കി. ഷെങ്കൻ വിസ മാതൃകയിൽ ഏകീകൃത വിസ വരുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ രാജ്യം സന്ദർശിക്കാനും പ്രത്യേക വിസ എടുക്കുന്ന നിലവിലെ രീതി ഇതോടെ ഒഴിവാകും. ഗൾഫിലെ വിനോദസഞ്ചാര, വാണിജ്യ, വ്യാപാര, സാമ്പത്തിക മേഖലകൾക്കും പുതിയ വിസ കരുത്തു പകരും. ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ആക്സിയം 4 ദൌത്യത്തിന്റെ വിക്ഷേപണം ജൂൺ 10ലേക്ക് മാറ്റിവെച്ചതായി നാസ അറിയിച്ചു. ഈ ദൌത്യം ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുകയാണ്. ആക്സിയം 4 ദൌത്യത്തിൽ ശുഭാംശു ശുക്ലയുടെ കൂടെ നാസയുടെ പ്രഗത്ഭ ആസ്ട്രോനോട്ട് പെഗ്ഗി വിറ്റ്സൺ, പോളണ്ടിന്റെ സ്ലാവോ സുസ്നാസ്കി, ഹംഗറിയുടെ ടിബോർ കപു എന്നിവരും പങ്കെടുക്കുന്നു. ദൌത്യം 14 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗഗൻയാൻ ദൌത്യത്തിൽ 3 അംഗങ്ങളടങ്ങിയ സംഘത്തെ 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തിച്ച് 3 ദിവസത്തിനുള്ളിൽ അവരെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ലക്ഷ്യം. വീണ്ടും ഒരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. കേരളത്തിലെ ദേശീയപാത 66 ഈ വർഷം ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. 2026 പുതുവത്സര സമ്മാനമായി പാത നാടിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കർക്കശ നിലപാട് സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയതായി മന്ത്രി റിയാസ് അറിയിച്ചു.
ഓണത്തിന് ചരിത്രം സൃഷ്ടിക്കാൻ കുടുംബശ്രീ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് മന്ത്രി MP രാജേഷ്. പച്ചക്കറി മുതൽ ചിപ്സ്, ശർക്കര വരട്ടിയും ഉൾപ്പെടെ ഓണസദ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങളെല്ലാം കുടുംബശ്രീ ഇത്തവണയും മലയാളികൾക്ക് ലഭ്യമാക്കും. പൂക്കളമിടാനുള്ള പൂക്കളും കുടുംബശ്രീ ഉത്പാദിപ്പിക്കും. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് വിവരം പങ്കുവച്ചത്. 25,680 ഏക്കർ പച്ചക്കറി കൃഷിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. കുടുംബശ്രീയുടെ ഓണക്കന്നിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടുകാൽ CDS-ൽ നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് എല്ലാ പ്രദേശത്തും വിപുലമായ ജനകീയ വിളവെടുപ്പ് ഉത്സവങ്ങളും ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഇത്തവണത്തെ ഓണം കുടുംബശ്രീയോടൊപ്പമെന്നും മന്ത്രി കുറിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.